നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PV അൻവർ പിടിച്ചത് വിജയിച്ചു. നിലമ്പൂരിൽ താൻ ഒരു നിർണായക ശക്തിയാകുമെന്ന് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ അൻവർ പറഞ്ഞപ്പോൾ മാധ്യമങ്ങളും UDFും LDFും എല്ലാം അതിനെ പുച്ഛത്തോടെയാണ് കണ്ടത്. നിലമ്പൂരിൽ തൻ്റെ സ്വാധീനം താൻ നിലനിർത്തുമെന്നും നിങ്ങൾ വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നോക്കിക്കോളൂ എന്നുമാണ് എല്ലാ മുന്നണികളോടുമായി PV അൻവർ പറഞ്ഞത്. അൻവർ പറഞ്ഞത് ഇതാ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. PV അൻവർ ഒറ്റയ്ക്ക് നിന്ന് 18,000-ലധികം വോട്ട് പിടിക്കുമെന്ന് ഒരു മുന്നണിയും സ്വപ്നേബി വിചാരിച്ചിരുന്നില്ല. UDFും ഇടതുമുന്നണിയും BJPയുമെല്ലാം കരുതിയിരുന്നത് അൻവർ പരമാവധി പിടിക്കുക 5,000-നും 6,000-നും ഇടയ്ക്ക് വോട്ടുകളായിരിക്കുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ LDFിൻ്റെ വോട്ടുകൾ കാര്യമായി ചോരില്ലെന്നും പല നേതാക്കളും വിശ്വസിച്ചിരുന്നു. UDF നേതാക്കളും LDF നേതാക്കളും ഒരുപോലെ അൻവറിനെ ഇകഴ്ത്തിക്കണ്ടു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്നാൽ ഫലം വന്നപ്പോൾ സ്ഥിതി മറിച്ചാണ്. PV അൻവർ നിലമ്പൂരിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് തന്നെയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചുവെങ്കിലും അത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരേ മനസ്സോടെ കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ്. PV അൻവർ ആകട്ടെ അവസാന നിമിഷമാണ് മത്സരരംഗത്തേക്ക് വന്നതുപോലും. മത്സരരംഗത്തേക്ക് വരുമ്പോഴും താൻ ഇത്ര വോട്ടുകൾ കൃത്യമായി പിടിക്കുമെന്നും ആ വോട്ടുകൾ ഇടതുമുന്നണിയുടേതായിരിക്കുമെന്നും സ്വരാജിൻ്റെ പരാജയം താൻ ഉറപ്പുവരുത്തുമെന്നും PV അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ അൻവർ വെറുതെ ഡംബടിക്കുകയാണെന്നാണ് UDF നേതാക്കളും LDF നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അൻവർ വെറുതെ ഡംബടിക്കുകയല്ലായിരുന്നുവെന്നും നിലമ്പൂരിലെ ജനസമൂഹത്തിൽ അൻവറിന് കാര്യമായ സ്വാധീനമുണ്ടെന്നും തെളിയിക്കപ്പെടുകയാണ്. ഇനി കേരള രാഷ്ട്രീയത്തിൽ PV അൻവർ മൂലയ്ക്കൊതുങ്ങില്ല എന്ന കാര്യം ഉറപ്പായി. അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു പിടിയുണ്ടാകും. അൻവർ പറയുന്നിടത്ത് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിയും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ആഗ്രഹിക്കുന്ന ഒരു നിയമസഭാ സീറ്റും ഒപ്പിച്ചെടുക്കാൻ ഈ അവസ്ഥയിൽ PV അൻവറിന് കഴിയും. എന്നുവച്ചാൽ അൻവർ എഴുതിത്തള്ളേണ്ടയാളല്ലെന്ന് ഇരുമുന്നണികൾക്കും മനസ്സിലായി കഴിഞ്ഞു. ഇടതുമുന്നണി വിടുമ്പോൾ അദ്ദേഹം ഒന്നുമല്ലായതായി തീരുമെന്നാണ് CPM വൃത്തങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. പിണറായിയുടെ ഏറ്റുമുട്ടി ജയിക്കാനൊന്നും അൻവറിന് കഴിയില്ലെന്നും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ഒരു 3,000 വോട്ട് പിടിച്ചാൽ ഭാഗ്യമെന്നുമൊക്കെയാണ് CPM നേതാക്കൾ പറഞ്ഞിരുന്നത്. UDF നേതാക്കളാകട്ടെ അൻവർ ഒരു ഫാക്ടറേ അല്ലെന്നും 6,000-ലധികം വോട്ടുകൾ പിടിക്കാൻ അൻവറിന് കഴിയില്ലെന്നുമാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈ രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് ഇവർ പറഞ്ഞ കണക്കുകളിൽ നിന്നും 3.5 ഇരട്ടിയിലധികം വോട്ടുകൾ നേടിയാണ് ഇപ്പോൾ അൻവർ നിലകൊള്ളുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി അൻവറിനെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ UDFിനും കഴിയില്ല. അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരള സമൂഹത്തിൽ ഇനി നിരന്തരം ചർച്ച ചെയ്യുമെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ PV അൻവറിനെ പിണക്കി വിട്ടതിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ പിണറായി വിജയൻ CPM അല്പമെങ്കിലും ഒന്ന് ഖേദിക്കുന്നുണ്ടാകണം. കാരണം ഭരണവിരുദ്ധ വികാരം ഉറപ്പിച്ചത് നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ചർച്ചയാവുക പോലും ചെയ്യില്ലായിരുന്നു. എന്നാൽ അത്തരമൊരു അവസരം അൻവർ ഉണ്ടാക്കിയത് CPMൻ്റെ തന്ത്രപരമായ പിഴവിൻ്റെ ഭാഗമായിട്ടാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, എല്ലാവരും എഴുതിത്തള്ളിയ അൻവർ ഇതാ പുലിയല്ല പുപ്പുലിയായി നമ്മളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. ഇനി അൻവറിൻ്റെ ടേംസ് അനുസരിച്ച് മലപ്പുറത്തെ രാഷ്ട്രീയം, മലബാർ രാഷ്ട്രീയം പോവുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. PV അൻവറിനെ UDFിൽ എടുക്കുന്ന കാര്യം വീണ്ടും ആലോചിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇനി അൻവർ UDFിലുണ്ടാകും. UDFിൻ്റെ അസോസിയേറ്റ് അംഗമായോ UDFിൻ്റെ ഘടകകക്ഷിയായോ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവർ ആ മുന്നണിയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ അൻവർ പിടിച്ചെടുത്ത് കാര്യങ്ങൾ നിന്നു എന്നതാണ് യാഥാർത്ഥ്യം.